Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് മെട്രിസസ്. അപ്പോൾ എന്താണ് ഈ മെട്രിസസ് എന്നും അതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിൾ വെച്ച് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട്. രാധ ഹാസ് 15 നോട്ട്ബുക്സ് ആൻഡ് 6 പെൻസ്. Fausia has 10 notebooks and 2 pens. Simran has 13 notebooks and 5 pens. ഇതിനെ ഒരു ടാബുലാർ ഫോമിൽ ഒരു ടേബിളായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന രണ്ട് തിങ്സ് എന്ന് പറയുന്നത് നോട്ട്ബുക്സും പെൻസും ആണ്. അപ്പോൾ അത് ഞാൻ നോട്ട്ബുക്സ് ആൻഡ് പെൻസ് എന്നുള്ള രണ്ട് ഹെഡ് കൊടുത്തു. അതുപോലെ ഇവിടെ 3 പേരുടെ നെയിം തന്നിട്ടുണ്ട്, അത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു. അപ്പോഴേക്കും ഈ ഹാസ് നോട്ട്ബുക്സ് പെൻസ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാതെ ഇതിനെ ഒരു ടേബിളായിട്ട് എനിക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. നോട്ട്ബുക്സ് എന്നും പെൻസ് എന്നും എഴുതിയിട്ട് ഓരോരുത്തരുടെ കയ്യിലും എത്ര നോട്ട്ബുക്സും എത്ര പെൻസും ഉണ്ടെന്നുള്ളത് ഇങ്ങനെ ഒരു ടേബിളിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഞാനിപ്പോൾ സപ്പോസ് ഈ നോട്ട്ബുക്സും പെൻസും അതുപോലെ ഈ പേരുകളും ഞാനിവിടെ നിന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ എന്താ വരുന്നത്? ഇതുപോലെ കുറച്ച് നമ്പേഴ്സ് മാത്രം വരും. 15, 10, 13, 6, 2, 5. ഇനി ഇതിന് ഞാനൊരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഞാനിതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റെപ്രസെൻറ്റേഷനെയാണ് എന്തെന്ന് പറയുന്നത്? മെട്രിസസ്. ഇവിടെ നോക്കിയേ, ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആ നമ്പേഴ്സ് മാത്രം 15, 6, 10, 2, 13, 5. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കിങ്ങനെ ഒരു ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആ നമ്പേഴ്സിനെ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെട്രിക്സ്. മെട്രിക്സിൻ്റെ പ്ലൂറൽ ഫോമാണ് മെട്രിസസ്. ഇനി ഇവിടെ 15, 6 എന്ന് പറയുന്നത് ഹൊറിസോണ്ടലായിട്ടാണ് അല്ലേ എലമെൻസിന് എഴുതിയേക്കുന്നത്. 15, 6, 10, 2, 13, 5. ഇതിപ്പോൾ ഞാൻ ഹൊറിസോണ്ടലായിട്ട് ഈ എലമെൻസിന് ഞാനിപ്പോൾ വായിച്ചത്. അപ്പോൾ അതിന് പറയുന്നതാണ് റോസ്. അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഓഫ് എലമെൻസിനെയാണ് നമ്മൾ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര റോസ് ഉണ്ട്? ഈ എക്സാമ്പിളിൽ അത് നിങ്ങൾക്ക് കാണാം. ദ ഫസ്റ്റ് റോ, ദ സെക്കൻഡ് റോ, തേർഡ് റോ, ടോട്ടൽ 3 റോസ് ആണ് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന എക്സാമ്പിളിലുള്ളത്. ഇനി അതുപോലെ വെർട്ടിക്കലായിട്ട് എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കോളംസ് എന്ന് പറയുന്നത്. വെർട്ടിക്കലായിട്ട് എഴുതുന്ന എലമെൻസിനെ നമ്മൾ കോളംസ് എന്നും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനെ റോസ് എന്നും പറയും. അപ്പോൾ ഇവിടെ എത്ര കോളംസാണ് ഉള്ളത്? 1, 2. അപ്പോൾ നോക്കിയേ, ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ? 15, 6. തേർഡ് റോയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 13, 5. സെക്കൻഡ് കോളത്തിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 6, 2, 5. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ, റോസ് ആൻഡ് കോളംസ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അതായത് ഫസ്റ്റ് എക്സാമ്പിളിൽ ഇവിടെ നോട്ട്ബുക്കും പെന്നുമായിരുന്നു, ഇവിടെയായിരുന്നു നെയിം വന്നിരുന്നത്. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഇവിടെ നമ്മൾ രാധ, ഫൗസിയ, സിമ്രാൻ എന്നുള്ള പേരും കൊടുത്തു. ലെഫ്റ്റ് സൈഡിൽ നോട്ട്ബുക്സ് ആൻഡ് പെൻസ് എന്നുള്ള പോലെ, അതായത് ടാബുലർ ഫോമിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. നോക്കി, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 15, 10, 13, 6, 2, 5. നോക്കി, 15, 10, 13, 6, 2, 5. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇതിൽ നമുക്ക് 2 റോസേ ഉള്ളൂ. അതായത് ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. അതുപോലെ കോളംസിൻ്റെ എണ്ണം എത്രയായി? ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. നമ്പർ ഓഫ് കോളംസ് ഇവിടെ 3ഉം നമ്പർ ഓഫ് റോസ് 2ഉമായി. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് എക്സാമ്പിളിൽ 3 റോസ് ആൻഡ് 2 കോളംസ്. ഇവിടെ അതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴോ ഇവിടെ നമുക്ക് 2 റോസും 3 കോളംസും. അപ്പോൾ അതുപോലെ നമുക്ക് ഇങ്ങനത്തെ ഡേറ്റേനെ നമുക്ക് തിരിച്ചെഴുതി കഴിഞ്ഞാൽ അതിൻ്റെ റോസും കോളംസും ഇൻ്റർചേഞ്ച് ആവും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മെട്രിക്സ് എന്താണെന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. അതുപോലെ തന്നെ ഒരു മെട്രിക്സിൻ്റെ റോസ് ആൻഡ് കോളംസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും ക്ലിയർ ആയി. ഇനി നമുക്ക് മെട്രിക്സിൻ്റെ എക്സാക്ട് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എ മെട്രിക്സ് ഈസ് ആൻ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. ദ നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ആർ കോൾഡ് ദ എലമെൻറ്റ്സ് ഓർ ദ എൻട്രീസ് ഓഫ് ദ മെട്രിക്സ്. എന്ന് പറഞ്ഞാൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. അതായത് നമുക്ക് ഈ ബ്രാക്കറ്റിനുള്ളിൽ നമ്പേഴ്സ് തന്നെ വരണമെന്ന് നിർബന്ധമില്ല, അത് ഫങ്ഷൻസും ആകാം. ഫങ്ഷൻസ് എന്ന് പറയുമ്പം സൈൻ എക്സ്, കോസ് എക്സ്, ഇ റേസ് ടു എക്സ്, ലോഗ് എക്സ്, ഇതുപോലുള്ള ഫങ്ഷൻസും നമുക്കിവിടെ എക്സിസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ നമ്പേഴ്സിനെയും ഫങ്ഷൻസിനെയും പറയുന്ന വേറൊരു പേര് ജനറലായിട്ട് പറയുന്ന എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്ന് പറയും. അപ്പോൾ ഈ മെട്രിക്സിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? -2, 5, 0, √5, 3, 6. അതായിരിക്കും അതിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ മെട്രിക്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്.
അപ്പോൾ എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് മെട്രിക്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയാൽ എ സി ഈക്വൽ ടു മെട്രിക്സ് -2 5 0 √5 3 6. അപ്പോൾ ഇവിടെ നോക്കിയാൽ എത്ര റോസ് ഉണ്ട്? ദർ ആർ 3 rows and 2 columns അല്ലേ? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫസ്റ്റ് കോളം ആൻഡ് സെക്കൻഡ് കോളം. ഇനി സെക്കൻഡ് ബി കൺസിഡർ ചെയ്താലോ? ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്താ? മെട്രിക്സ് 2 + i 3 -1/2. നമ്മളെപ്പോഴും വായിക്കുന്ന എല്ലാം റോ വെച്ചിട്ടായിരിക്കും കേട്ടോ വായിക്കുന്നത്. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ 3.5 -1 2 √3 5 5/7. ഇവിടെ നമുക്ക് 3 റോസും 3 കോളംസും ആണുള്ളത്. അതുപോലെ എക്സാമ്പിൾ സി എടുത്തു കഴിഞ്ഞാൽ സി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 + x x³ 3 cos x sin x + 2 tan x. അപ്പോൾ ഇവിടെ നമ്പറും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫംഗ്ഷൻസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടിനും കൂടെ മിക്സ് ആയിട്ടാണ് ഇവിടുത്തെ എലമെൻറ്റ്സ് കിടക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം 2 റോയും 3 കോളംസും ഉണ്ട് അല്ലേ? ഫസ്റ്റ് റോയിൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 + x x³ 3. സെക്കൻഡ് റോയിൽ ഇത് cos x sin x + 2 tan x. ഇനി ഇത് കോളം വൈസ് പറയുകയാണെങ്കിലോ, ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്സ് 1 + x cos x, സെക്കൻഡ് കോളത്തിൽ ഇത് x³ sin x + 2, തേർഡ് കോളത്തിലെ എലമെൻറ്റ് 3 tan x. അപ്പോൾ നിങ്ങൾക്ക് മെട്രിക്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നും റോസും കോളംസും എല്ലാം നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്, ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അതായത് അത് ഡിപ്പെൻഡ്സ് ഓൺ റോസ് ആൻഡ് കോളംസ്. ഒരു മെട്രിക്സിൻ്റെ റോസും കോളംസിനെയും ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളതിൻ്റെ ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ എ ബി സി ഈ മെട്രിക്സ് തന്നെ വെച്ചിട്ട് നമുക്ക് പറയാം. നിങ്ങൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് 3 റോസും 2 കോളംസും ഉള്ളത് അല്ലേ? സോ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/2 ആയിരിക്കും. ഇൻറ്റു എന്നാണ് നമ്മൾ സിമ്പിൾ എഴുതുന്നത്. ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ ആണെങ്കിലും അത് വായിക്കുന്നത് ബൈ എന്നാണ് കേട്ടോ. സോ 3/2. ഈ 3/2 എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? 3 റോസും 2 കോളംസും ഉള്ളതുകൊണ്ട് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ഏതാണ്? 3/2. ഇനി അടുത്ത് ബി കൺസിഡർ ചെയ്താലോ? ഇവിടെ നമുക്കറിയാം 3 റോസും 3 കോളംസും ഉള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും? 3/3. ബി is an 3/3 മെട്രിക്സ്. ദെൻ സി എടുത്തു കഴിഞ്ഞാലോ? സിയിൽ നമുക്ക് നമ്പർ ഓഫ് റോസ് ഉള്ളത് 2ഉം നമ്പർ ഓഫ് കോളംസ് ഉള്ളത് 3ഉമാണ്. സോ ഇതിൻ്റെ ഓർഡർ 2/3. ഫസ്റ്റ് നമ്മൾ എഴുതുന്ന ഫസ്റ്റത്തെ നമ്പർ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? റോയും സെക്കൻഡ് നമ്പർ കോളത്തിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുമല്ലോ. എന്തായിരിക്കും? നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. ആദ്യം നമ്പർ ഓഫ് റോസ് എത്രയാണെന്നുള്ളത് എഴുതുക. ദെൻ ആ മൾട്ടിപ്ലിക്കേഷൻ്റെ സിമ്പിൾ അത് വായിക്കുന്നത് ബൈ എന്നാണ്. ദെൻ നമ്പർ ഓഫ് കോളംസ്. ഇനി ഇവിടെ ഒരു ജനറലായിട്ട് നമുക്ക് എങ്ങനെ മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക്. അതായത് മെട്രിക്സ് നോക്കി അതിൻ്റെ പൊസിഷനാണ് കേട്ടോ ഇത് ഡിനോട്ട് ചെയ്യുന്നത്. A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. A12 എന്ന് പറഞ്ഞാലോ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഈ ഫസ്റ്റ് റോയിലെ എലമെൻസിൻ്റെ എല്ലാം ഈ ഫസ്റ്റത്തെ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. നോക്കിയറിയാം 1 1 1 1 1. ഇനി സെക്കൻഡ് റോയിലേക്ക് പോകുമ്പോഴോ 2. ഫസ്റ്റ് എലമെൻ്റ് എല്ലാം 2 ആയിരിക്കും. ദെൻ സെക്കൻഡ് പൊസിഷനിലുള്ളത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു മെട്രിക്സിനെ ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഒരു മെട്രിക്സിനെ ജനറൽ ആയിട്ടുള്ള റെപ്രസെൻറ്റ് ചെയ്യുന്നത് A11 A12 A13 എക്സെട്ര A1n A21 A22 A23 എക്സെട്ര A2n ലൈക്ക് ദാറ്റ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് ലാസ്റ്റത്തെ നമുക്ക് എഴുതാൻ വേണമെങ്കിൽ AM1 AM2 AM3 എക്സെട്ര AMN. എന്താ ഈ AM1 AM2 എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ? mth റോ. ദെൻ A1n A2n എക്സെട്ര AMN എന്ന് ഉദ്ദേശിക്കുന്നത് nth കോളം അല്ലേ? അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് എലമെൻറ്റ് നമുക്ക് നോക്കിയറിയാം AMN എന്ന് എഴുതിയേക്കുന്നത് AMN. സോ ഇതിൻ്റെ അകത്ത് എത്ര റോസും എത്ര കോളംസും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമുക്കുള്ളത് m റോസും n കോളംസും ആണുള്ളത്. ഇവിടെ അതിൻ്റെ ഓർഡർ എഴുതിയിട്ടുണ്ട് m/n. അപ്പോൾ ഇതൊരു m/n മെട്രിക്സിൻ്റെ ജനറൽ ഫോമാണ്. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. കാരണം നമുക്കിത് ചില പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും ജനറൽ ആയിട്ടുള്ള മെട്രിക്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ആവശ്യമുള്ളതുകൊണ്ട് ഈ ഒരു എങ്ങനെ എഴുതുന്നുള്ളത് ജനറലായിട്ട് m/n മെട്രിക്സിനെ എങ്ങനെ എഴുതുന്നുള്ളത് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം ഇവിടെ എലമെൻറ്റ്സ് എത്രയുള്ളത്? 1 2 3 4 5 6 എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ? ഇതിൻ്റെ ഓർഡർ എന്തായിരുന്നു? 3/2. അപ്പോൾ 3 × 2 ചെയ്തതിന് 6 അല്ലേ കിട്ടുന്നത്? അപ്പോൾ ഇതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് എത്രയായിരുന്നു? 6 ആയിരുന്നു. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഇത് കൗണ്ട് ചെയ്യാതെ തന്നെ ഈസിലി പറയാൻ പറ്റും. ഈ ബി എന്ന് പറയുന്ന മെട്രിക്സിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം എത്രയായിരിക്കും? 3 × 3 ദറ്റ് ഈസ് 9. 9 അല്ലേ? നോക്കിയാൽ 1 2 3 4 5 6 7 8 9. ഇനി ലാസ്റ്റ് എക്സാമ്പിളിൽ
ഇതിൻ്റെ ഓർഡർ 2/3 ആണ്. ക്ലിയർലി നമുക്ക് എലമെൻറ്റ്സ് എത്ര എണ്ണം വരും? 2 × 3 that is 6. 1 2 3 4 5 6. There are 6 elements. അതുപോലെ ഒരു m/n മെട്രിക്സിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എൻട്രീസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? m × n, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ there are mn elements. ഒരു m/n മെട്രിക്സിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണം എത്രയായിരിക്കും? mn elements. അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ ചോദിക്കാം. ഒരു 4/3 മെട്രിക്സിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയായിരിക്കും? there are 12 elements. എന്ത് ചെയ്താൽ മതി? വെറുതെ 4 × 3 ചെയ്താൽ മതി. ഈ 4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? 4 എന്ന് പറയുന്നത് അവിടുത്തെ നമ്പർ ഓഫ് റോസും 3 എന്ന് പറയുന്നത് അവിടുത്തെ നമ്പർ ഓഫ് കോളംസും. അതുപോലെ മെട്രിക്സിനെ നമ്മൾ വേറൊരു ഇതിലും ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, ഷോർട്ടായിട്ട്. നേരത്തെ നമ്മളൊരു എക്സ്പാൻഡഡ് ഫോം പറഞ്ഞു, അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു ഇങ്ങനെ AIJ, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് മെട്രിക്സ് AIJ, വേർ AIJ ഇസ് ആൻ m/n മെട്രിക്സ്. m/n മെട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് ഞാൻ നേരത്തെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചു തന്നില്ല, അത് ഒന്നുകൂടെ നമുക്കത് വേണം എഴുതാം. A11, അതായത് m-നും n-നും വാല്യൂസ് എടുക്കുന്നത് അപ് ടു 1 to m ഉം 1 to n വരെയുള്ള വാല്യൂസ് ആട്ടോ എടുക്കുന്നത്. അപ്പോൾ A11, A12, A13 എക്സെട്ര A1n. സെക്കൻഡ് റോ വരുമ്പോഴോ A21, A22, A23 എക്സെട്ര A2n. അടുത്ത എലമെൻറ്റ് എഴുതുവാണെങ്കിൽ A31, A32, A33 എക്സെട്ര A3n. അപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ്സ് ഞാൻ എഴുതുന്നില്ല. ഇനി ലാസ്റ്റ് റോ എഴുതുവാണെങ്കിൽ ഇവിടെ എത്ര റോസാണ് ടോട്ടൽ ഉള്ളത്? m. കോളംസ് എത്രയുള്ളത്? n. അപ്പോൾ AM1, AM2, AM3 എക്സെട്ര AMN. ഈ എഴുതിയിരിക്കുന്ന മെട്രിക്സിനെ തന്നെയാണ് ഷോർട്ടായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? മെട്രിക്സ് AIJ, വേർ AIJ ഇസ് ആൻ m/n മെട്രിക്സ്. കാരണം ഐയും ജെയും വേരി ചെയ്യുന്ന വാല്യൂ കൂടെ എഴുതാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. വേർ ഐയുടെ വാല്യൂ 1-നും m-നും ഇടയ്ക്കായിരിക്കും. അതുപോലെ 1 less than or equal to j less than or equal to n. ജെയുടെ വാല്യൂ 1-നും n-നും 1 മുതൽ n വരെയുള്ള വാല്യൂ ആണ് ജെ എടുക്കുന്നത്. അതുപോലെ ഐ എടുക്കുന്നത് 1 മുതൽ m വരെയുള്ള വാല്യൂ. വേർ ഐ ആൻഡ് ജെ ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്. 1 2 3 എക്സെട്ര അങ്ങനത്തെ വാല്യൂസ് ആണ് ഐയും ജെയും എടുക്കുന്നത്. അപ്പോൾ മെട്രിക്സിനെ ഇങ്ങനെയാണ് നമ്മൾ ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെ ഷോർട്ടായിട്ട് നമ്മൾ മെട്രിക്സ് AIJ m/n എന്നും എഴുതാറുണ്ട്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 1 നോക്കാം. Consider the following information regarding the number of men and women workers in 3 factories 1, 2 and 3. ഇപ്പോൾ നമുക്കൊരു ഡേറ്റ തന്നിട്ടുണ്ട്, ഒരു ടാബുലർ ഫോമിൽ ഡേറ്റ തന്നിരിക്കുകയാണ്. മെൻ വർക്കേഴ്സ്, വുമൺ വർക്കേഴ്സ്, അതുപോലെ തന്നെ 3 ഫാക്ടറീസും ഉണ്ട്, 1, 2, 3. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെപ്രസെൻറ്റ് എബോവ് ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് എ 3/2 മെട്രിക്സ്. വാട്ട് ഡസ് ദ എൻട്രി ഇൻ ദ തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം റെപ്രസെൻറ്റ്? അതായത് ഇതിനൊരു 3/2 മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമുക്കിപ്പോൾ ഇതിനെ മെട്രിക്സ് ഫോമിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. 3/2 എന്ന് പറയുമ്പോൾ 3 റോസും 2 കോളംസും, അതായത് ഇവിടെ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ എഴുതി വെച്ചാൽ മതി. നമുക്ക് നോക്കാം. ഞാൻ ആ മെട്രിക്സിനെ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. നമ്മുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എക്സാമ്പിൾ 1 ആണ്. എ എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും എലമെൻറ്റ്സിനെ എഴുതേണ്ടത്? 3 റോസും 2 കോളംസും. അപ്പോൾ 30, 25, 25, 31, 27, 26. അപ്പോൾ നോക്കിയേ, ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഏത് ഓർഡറിലാണ്? 3 റോസും 2 കോളംസും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. തന്നിരിക്കുന്ന ഇൻഫർമേഷനെ ഒരു 3/2 മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഡസ് ദ എൻട്രി ഇൻ ദ തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം റെപ്രസെൻറ്റ്? തേർഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ, തേർഡ് റോ എന്ന് പറയുമ്പോൾ ഇവിടെ വരും. സെക്കൻഡ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എലമെൻ്റ് ഏതാ? 26. 26 റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് വുമൺ വർക്കേഴ്സ് ഇൻ ഫാക്ടറി 3. അപ്പം നമുക്ക് തേർഡ് റോ സെക്കൻഡ് കോളത്തിലെ എലമെൻ്റ് എന്ന് പറയുന്നത് 26 ആണ്, വിച്ച് റെപ്രസെൻറ്റ്സ് വുമൺ വർക്കേഴ്സ് in the factory 3. തേർഡ് ഫാക്ടറിയിലെ വുമൺ വർക്കേഴ്സിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ 2.
If a matrix has 8 elements, what are the possible orders it can have? ഒരു 8 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഏതൊക്കെ ഓർഡറിൽ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അതിന് ഇത്രയും ചെയ്താൽ മതി. 8 എന്നുള്ള പ്രോഡക്റ്റ് കിട്ടാനായിട്ട് ഏതൊക്കെ നമ്പേഴ്സിൻ്റെ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലാണ് 8 പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതെന്നുള്ളത് നോക്കുക. ഈസി ആയിട്ട് നമുക്കറിയാം 1 ഇൻറ്റു 8 8 ആണ്. സോ 1 8 ഒരു പോസിബിലിറ്റിയാണ്. 1 8 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റോയും 8 കോളംസും വരും. അടുത്തതോ 8 1 ആവാമല്ലോ, അതായത് 8 റോസും only 1 and only 1 കോളം. ഇനി 8 എന്നുള്ള പ്രോഡക്റ്റ് കിട്ടാനായിട്ട് വേറെ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും? 4 2 അല്ലേ, 4 ഇൻറ്റു 2 8 ആണ്. അതുപോലെ തന്നെ 2 ഇൻറ്റു 4 ചെയ്താലും നമുക്ക് 8 കിട്ടും. ഇനി ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ 8 എന്നുള്ള പ്രോഡക്റ്റ് കിട്ടാനായിട്ട്? ഇല്ല. സോ ഇവിടെ നമുക്ക് 4 ഓർഡേഴ്സ് വരാം. അപ്പം നമുക്കിനി ഓർഡേഴ്സ് ആർ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന 8 എലമെൻറ്റ്സിന് ഏതൊക്കെ ഓർഡറിൽ എഴുതാമെന്ന് ആയിരുന്നു. ഓർഡേഴ്സ് ആർ 1/8, 8/1, 4/2 and 2/4. There are 4 orders. അതായത് 8 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഇത്രയും പോസിബിലിറ്റീസ് ആണുള്ളത്. ഇത്രയും ഡിഫറെൻറ്റ് ഓർഡേഴ്സിലായിട്ട് ആ 8 എലമെൻറ്റ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ 3. Construct a 3/2 matrix whose elements are given by aij equal to half of modulus I minus 3j. ഒരു ജനറൽ ടേം തന്നിരിക്കുകയാണ്. എന്നിട്ട് ഒരു 3/2 മെട്രിക്സ് ഫോം ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്താ aij എന്ന് ഉദ്ദേശിച്ചാൽ? a11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? a11 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇനി a32 എന്ന് പറഞ്ഞാൽ തേർഡ് റോ സെക്കൻഡ് കോളം. അതുപോലെ aij എന്ന് പറഞ്ഞാൽ ith റോ jth കോളത്തിലെ ഒരു ജനറൽ ടേം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു 3/2 മെട്രിക്സ് വേണം ഫോം ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 3/2 മെട്രിക്സിൻ്റെ ജനറൽ ആയിട്ടുള്ള ഫോമിൽ നമ്മൾ അതിനെ എഴുതണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഓരോന്നും 1 by 1 ആയിട്ട് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 3/2 എന്ന് പറഞ്ഞാൽ 3 റോസ് ആൻഡ് 2 കോളംസ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? a11 a12 2 കോളംസ് അല്ലേ പാടുള്ളൂ. അപ്പോൾ a11 a12, a21 a22, a31 a32. നോക്കിയേ, ഇതൊരു 3/2 മെട്രിക്സിന് എക്സാമ്പിൾ അല്ലേ? എക്സാമ്പിൾ അല്ല, 3/2 മെട്രിക്സിൻ്റെ ജനറൽ ഫോം അല്ലേ? 3 റോസും 2 കോളംസ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് എ എന്ന് പറഞ്ഞിട്ട് a11 a12 എക്സെട്ര a1n a21 a22 എക്സെട്ര a2n am1 am2 എക്സെട്ര amn എന്നൊരു ജനറൽ ഫോം നമ്മൾ പഠിച്ചല്ലോ. അതിൻ്റെ അകത്ത് ഇപ്പോൾ 3/2 മെട്രിക്സ് എഴുതുമ്പോഴേക്കും അതിൻ്റെ അകത്ത് 3 റോസും 2 കോളംസും വരുന്ന ജനറൽ ഫോം എഴുതുക. ഇനി ഈ ഓരോ എലമെൻറ്റ്സിനെയും 1 by 1 ആയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. സോ അത് നമുക്ക് a11 കണ്ടുപിടിക്കാം. a11 എന്ന് പറയുമ്പോൾ എന്താ? aij എന്ന് പറയുന്നത് ഹാഫ് ഓഫ് മോഡുലസ് I minus 3j. അപ്പോൾ ഹാഫ് ഓഫ് മോഡുലസ് I എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, മൈനസ് 3 ഇൻറ്റു j എന്ന് പറയുന്നത് 1 ആണ്. ദറ്റ് ഈസ് ഹാഫ് ഓഫ് മോഡുലസ് 1 മൈനസ് 3 വരും. 1 മൈനസ് 3 എന്ന് പറയുന്നത് -2. പക്ഷേ ഇത് മോഡുലസിൻ്റെ അകത്തായതുകൊണ്ട് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ, അതായത് പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 2 തന്നെ കിട്ടും അല്ലേ? അപ്പോൾ 2/2 ദറ്റ് ഈസ് 1. അപ്പോൾ a11 എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? 1 കിട്ടി. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ എലമെൻറ്റ്സും കണ്ടുപിടിക്കണം. അടുത്തത് a11 കഴിഞ്ഞിട്ട് a12, അതും ഹാഫ് ഓഫ് മോഡുലസ് I എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, മൈനസ് 3 ഇൻറ്റു j ഇവിടെ എന്താ? 2. അപ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈക്വൽ ടു ഹാഫ് ഓഫ് മോഡുലസ് 1 മൈനസ് 3 ഇൻറ്റു 2 6, 1 മൈനസ് 6 മൈനസ് 5, മോഡുലസിൻ്റെ അകത്തായതുകൊണ്ട് 5 വരും, 5/2. അടുത്തത് a21 ഹാഫ് ഓഫ് മോഡുലസ് 2 മൈനസ് 3 ഇൻറ്റു j എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, 3 ഇൻറ്റു 1 is equal to half of 2 minus 3, that is -1. പക്ഷേ മോഡുലസിൻ്റെ അകത്തായതുകൊണ്ട് 1 തന്നെ വരും. അപ്പോൾ ആൻസർ എത്ര വന്നു? 1/2. അടുത്തത് a22, അടുത്ത എലമെൻറ്റ് a22, ദറ്റ് ഈസ് ഹാഫ് ഓഫ് മോഡുലസ് I എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്, മൈനസ് 3 ഇൻറ്റു j എന്ന് പറയുന്നത് ഇവിടെ 2 തന്നെയാണ്. അപ്പോൾ 3 ഇൻറ്റു 2 is equal to ഹാഫ് ഓഫ് 2 മൈനസ് 6. 2 മൈനസ് 6 എത്രയാണ്? 4, -4. അബ്സല്യൂട്ട് വാല്യൂ ആയതുകൊണ്ട് 4 എടുക്കുക. അപ്പോൾ നമുക്ക് 4/2 എന്ന് പറയുന്നത് നമുക്ക് 2 എന്ന് എഴുതാം. അടുത്ത എലമെൻറ്റ് a31. ഇവിടുത്തെ ഓരോ എലമെൻറ്റ്സുമാണ് നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. a31 വരുമ്പം ഹാഫ് ഓഫ് മോഡുലസ് I എന്ന് പറയുന്നത് 3 മൈനസ് 3 ഇൻറ്റു j എന്ന് പറയുന്നത് 1. അപ്പോൾ ഇവിടെ എന്തായി? ഹാഫ് ഓഫ് 3 മൈനസ് 3 ദറ്റ് ഈസ് 0. അതുകൊണ്ട് നമുക്ക് a31ൻ്റെ വാല്യൂ 0 എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് എലമെൻറ്റ് a32 ഹാഫ് ഓഫ് മോഡുലസ് I എന്ന് പറയുന്നത് 3 ഇൻറ്റു j എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
equal to half of 3 minus 3 into 2 6. 3 minus 6 എന്ന് പറയുമ്പോൾ -3 വരും. ബട്ട് അബ്സല്യൂട്ട് വാല്യൂ ആയതുകൊണ്ട് 3 തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3/2. അപ്പോൾ നമ്മളിവിടെ ജനറൽ ആയിട്ട് എഴുതിയിരിക്കുന്നതിൻ്റെ അകത്ത് എല്ലാ എലമെൻസും കണ്ടുപിടിച്ചു. ഇനി ഇത് തിരിച്ച് അതിനെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A is equal to A11 1, A12 5/2. ഓക്കെ, A11 A12ൻ്റെ പ്ലേസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന 1 5/2 എന്നുള്ള വാല്യൂ എഴുതി. ഇനി ഇതുപോലെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A21 1/2 and A22 2. അടുത്തതോ A31 0 and A32 3/2. ഓക്കെ, നമുക്കൊരു 3/2 മെട്രിക്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള AIJ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് പല രീതിയിൽ ഇക്വേഷൻസ് മാറി മാറി വരാം. എന്ത് വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്താൽ മതി? നമുക്ക് 3/2 ആണോ 2/2 ആണോ 2/3 ആണോ ഏതാണോ അതിൻ്റെ ജനറൽ ഫോം ആദ്യം എഴുതുക. എന്നിട്ട് ഇവിടുത്തെ എല്ലാ എലമെൻസിൻ്റെയും വാല്യൂ ഇതിൻ്റെ തൈക്കും ചേക്കും മാറ്റി മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം തിരിച്ച് ആ മെട്രിക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് മെട്രിസസ് പഠിക്കാം. അതായത് കോളം മെട്രിക്സ്, റോ മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ടൈപ്സ് ഓഫ് മെട്രിസസ് വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.